നമ്മുടെ അച്ഛന്മാർ സൂപ്പർ ഹീറോ അല്ല, എന്നാൽ അതിലും വലുതാണ്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ അച്ഛന്മാർ നമുക്കൊരു ATM മെഷീൻ പോലെ ആയിരുന്നു. നമുക്ക് വേണ്ടതെല്ലാം വാങ്ങിത്തരുവാനും കാശ് തരുന്ന, നമുക്കിഷ്ടമുള്ള ബൈക്ക്, കാറ്, ബാഗ് ഒക്കെ വാങ്ങിച്ചു തരാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ഒരു ATM മെഷീൻ. എന്നാൽ പലപ്പോഴും അവരുടെ ത്യാഗം, അവരുടെ സ്നേഹം ഒന്നും നമ്മൾ മനസ്സിലാക്കിയിരുന്നില്ല. അതിന് വാല്യൂ നമ്മൾ കൊടുത്തിരുന്നില്ല. പലപ്പോഴും നമ്മുടെ അച്ഛന്മാർ നമ്മളോട് കുഴപ്പമില്ല എന്ന് പറയുന്നത് അവർക്ക് വേദന ഇല്ലാത്തത് കൊണ്ടാണ്, നമ്മൾ വിഷമിക്കണ്ട എന്ന് കരുതിയാണ്. നമ്മുടെ അച്ഛന്മാർ ചെറുപ്പകാലത്ത് പലപ്പോഴും പിശുക്ക് കാണിച്ചിട്ടുണ്ട്, അല്ലേ? അല്ലെങ്കിൽ പിടിച്ച് ചിലവാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിട്ടുണ്ട്, എന്താണ് എൻ്റെ അച്ഛൻ എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. എന്നാൽ നമ്മുടെ നല്ല നാളേക്ക് വേണ്ടി, നാളെ നമ്മൾ ആരുടെ മുമ്പിൽ കൈ നീട്ടുവാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നാളെ നമുക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി ഒക്കെയാണ് നമ്മുടെ അച്ഛന്മാർ പലപ്പോഴും പിടിച്ച് ചിലവാക്കാറുള്ളത്. പക്ഷെ അതൊന്നും നമ്മൾ അന്ന് മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ നമ്മുടെ ഏതാവശ്യങ്ങൾ നമ്മൾ നമ്മുടെ അമ്മമാരോട് പറയുമ്പോൾ, നമ്മുടെ അമ്മമാർ പറയുന്നൊരു ഡയലോഗുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? അതാണ് അച്ഛനോട് ചോദിക്കട്ടെ എന്ന്. കാരണം അച്ഛന്മാരാണ് നമ്മുടെ വീടിന്റെ തൂണ്. പലപ്പോഴും അമ്മമാർ കരയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അമ്മമാർ പരാതി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ അച്ഛന്മാർ പലപ്പോഴും മൗനമാണ്, അല്ലേ? പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് നേടിത്തരുമ്പോഴും അവരുടെ നല്ല ആഗ്രഹങ്ങൾ, അവരുടെ സ്വപ്നങ്ങളൊക്കെയും അവർ മാറ്റി വെച്ചിട്ടാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ നമ്മുടെ അച്ഛന്മാർ ഉടനെ വാങ്ങി തരാമെന്നുള്ള പ്രോമിസ് ഒന്നും ചെയ്യാറില്ല. നോക്കട്ടെ. എന്താണ് ആ നോക്കട്ടെയുടെ അർത്ഥം അറിയോ? ഞാൻ എൻ്റെ മകന് എങ്ങനെ ഈ ആവശ്യങ്ങൾ, എൻ്റെ മകൾക്ക് എങ്ങനെ കാര്യങ്ങൾ നടത്തി കൊടുക്കും എന്നുള്ള ചിന്തയാണ് നോക്കട്ടെ എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ ആ വികാരം. ഒരുപക്ഷെ അവരുടെ കയ്യിൽ അതിനുള്ള ഇനഫ് മണി കാണുകയില്ല, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ അവർ ക്രമീകരിക്കുന്നതിനുള്ള ഒരു ടൈമാണ് നോക്കട്ടെ എന്ന് പറയുന്നത്. എന്നാലും ഏത് കഷ്ടം സഹിച്ചും എന്ത് ജോലി ചെയ്തും അവർ നമ്മുടെ ആവശ്യങ്ങൾ തക്ക സമയത്ത് നമുക്ക് നേടിത്തരാറുണ്ടാവും. എൻ്റെ അച്ചാച്ചൻ എന്ന് പറയുന്നത് ഒരു തടിയുടെ ബിസിനസ്സും അതോടൊപ്പം തന്നെ ജോലിയും ചെയ്യുമായിരുന്നു. അതായത് തൊഴിലാളി മുതലാളിയും ഒരേ സമയം ആയിരുന്നു. കാരണം ആ ഒരു തൊഴിലാളി ആ ചെയ്യുന്ന പൈസയുടെ കൊണ്ടാൽ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമല്ലോ എന്ന് ചിന്തിച്ചിരുന്ന വളരെ സാധാരണക്കാരനായ ഒരച്ഛനായിരുന്നു. എന്നാൽ എൻ്റെ അച്ഛൻ എനിക്ക് കാണിച്ചു തന്ന വലിയൊരു മാതൃകയുണ്ട്. സ്നേഹമാണ്, അല്ലെങ്കിൽ സ്നേഹമെന്ന സത്യസന്ധത എന്നത് എൻ്റെ അച്ഛൻ എന്നെ കാണിച്ചതാണ്. കാരണം അതിനുള്ള ഒരു അനുഭവം ഞാൻ പറയുന്നത്, ഞാനൊക്കെ ചെറിയ ക്ലാസ്സിലായിരുന്ന സമയത്ത് റോഡിൽ കിടന്ന് അച്ഛൻ ഒരു അന്നത്തെ കാലത്ത് ഒരു 30 രൂപയും കണ്ട കിട്ടിയത്. ആ സമയത്ത് എൻ്റെ മനസ്സിലാ ചിന്ത, 30 രൂപ കിട്ടിയത് ബുക്ക് പുസ്തകമൊക്കെ വാങ്ങിക്കാൻ പറ്റുമല്ലോ. പക്ഷെ എൻ്റെ അച്ചാച്ചൻ ചെയ്തത്, അന്ന് നമ്മുടെ പോസ്റ്റ് ഉണ്ടല്ലോ, ആ ഇലക്ട്രിക് പോസ്റ്റ്, അതിലൊരു നോട്ട് എഴുതി വെച്ചു, ആരുടെയെങ്കിലും പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സമീപിച്ചാൽ മതി. അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ചേച്ചൻ അങ്ങനെ എഴുതി വെച്ചു? ആരും അറിയത്തില്ല, പൈസ എടുത്താലും അറിയാം, റോഡിൽ കിടന്ന് കിട്ടിയ പൈസയല്ലേ. പക്ഷെ അങ്ങനെ പോലും മറ്റൊരാളുടെ അധ്വാനത്തിന്റെ ഫലം എനിക്ക് വേണ്ട എന്ന് ചിന്തിച്ചിരുന്ന ഒരു സാധാരണക്കാരനായ പിതാവായിരുന്നു എൻ്റെ അച്ചാച്ചൻ. ഇന്നും ഞാനത് അഭിമാനത്തോടെ ഓർക്കുന്നുണ്ട്. ആരുടെയും അധ്വാനത്തിന്റെ ഫലം കാരണം പൈസയുടെ വില നന്നായിട്ട് മനസ്സിലാക്കിയിരുന്ന ഒരു പിതാവായിരുന്നു. ഞങ്ങളെ 4 മക്കളെയും നന്നായിട്ട് പഠിപ്പിച്ച് ഈ നിലയിൽ വരെ എത്തിച്ചു. അങ്ങനെയാണ് നിങ്ങളെ ഓരോരുത്തരെയും, കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഇന്നത്തെ ആയിരിക്കുന്ന നിങ്ങളുടെ ഈ അവസ്ഥയും ഈ സ്റ്റാറ്റസ് ഒക്കെയും ഇതിന് പിന്നില് വിയർപ്പൊഴുക്കിയ, ത്യാഗം അനുഭവിച്ച ഒരു അച്ഛൻ്റെ കഥയുണ്ടല്ലേ. ഞാൻ അച്ഛന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് അച്ഛന്മാരെ മാത്രമല്ല, അച്ഛൻ്റെ റോള് ചെയ്ത, വളരെ സ്നേഹത്തോടെ ചെയ്ത മുത്തശ്ശന്മാരുണ്ടാകാം, അച്ഛൻ്റെ ചേട്ടന്മാരുണ്ടാകാം, അച്ഛൻ്റെ അനിയന്മാരുണ്ടാകാം. ഇവരൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് അച്ഛൻ്റെ സ്നേഹം പകർന്നു തന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഫാദേഴ്സ് ഡേ. പലപ്പോഴും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ മനസ്സിലാക്കിയില്ലെന്ന് വരാം, എങ്കിലും ആരും കാണുന്നില്ലെന്ന് വരാം, എങ്കിലും കാണുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ മക്കളുടെ നല്ല ഭാവി കണ്ട് നിങ്ങൾക്ക് അഭിമാനിക്കുക. നിങ്ങൾക്ക് സ്വയം പറയാം, എൻ്റെ വേർപ്പിൻ്റെ അല്ലെങ്കിൽ എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആയിരിക്കുന്നതെന്ന്. നമ്മളെ കോളേജ് ഫീസ്, നമ്മുടെ സ്കൂളിലെ ഫീസ്, നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി തരുവാൻ വേണ്ടി പലപ്പോഴും അവർ പല ജോലികളും ചെയ്തിട്ടുണ്ടായിരിക്കാം, ഒരു പരാതിയും ഇല്ലാതെ. പലപ്പോഴും അവർ തിരികെ വീട്ടിൽ വരുമ്പോൾ മൗനമായിരുന്ന അവരുടെ കാരണം ഒന്നും അവർക്ക് പറയാനാവില്ല. ചിലപ്പോൾ അവർക്ക് പൈസ ഇല്ലായിരിക്കും, നാളെ മുമ്പോട്ട് എങ്ങനെ കാര്യങ്ങൾ നടത്തുമെന്ന്. എന്നാൽ നമ്മളിങ്ങനെ അവരെ ഇറിറ്റേറ്റ് ചെയ്യും. നമ്മളായാലും അമ്മമാരെല്ലാം അവരെ ഇറിറ്റേറ്റ്, എന്തുകൊണ്ട് മനുഷ്യ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നില്ല, എന്തുകൊണ്ട് കുഞ്ഞിൻ്റെ ബുക്ക് വാങ്ങിച്ചില്ല, ഇങ്ങനെ പരാതികളൊക്കെ കേൾക്കുമ്പോഴും പലപ്പോഴും അവർ മൗനമായിട്ടിരിക്കാറുണ്ട്. എങ്കിലും അവരുടെ ഉള്ളിൽ ആർത്തിരമ്പുന്ന ഒരു കടലായിരിക്കാം.
ചിലപ്പോൾ അവരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ പലരോടും കടം വാങ്ങിച്ചായിരിക്കാം നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി തന്നത്. അവരുടെ ശരീരത്തിന് വേദന ഉണ്ടായിരിക്കാം. എങ്കിലും അതൊന്നും കണക്കാക്കാതെ പിറ്റേ ദിവസം വീണ്ടും ഇറങ്ങിപ്പോകും. എന്തിനു വേണ്ടിയാണ്? എല്ലാം ശരിയാകും എന്നുള്ള ആ ഒരു പ്രത്യാശയോടുകൂടെ. അപ്പോൾ ഇപ്പോൾ എന്നെ പോലെ ആയിരിക്കുന്ന മക്കളോടും അല്ലെങ്കിൽ ഇന്ന് അച്ഛന്മാരായിരിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങളുടെ അച്ഛന്മാരോട് ഇന്ന് നിങ്ങൾക്കൊന്ന് വിളിച്ച് പറയാം, അച്ഛ ഐ ലവ് യു, താങ്ക് യു. കാരണം ആ 3 വാക്കുകൾ കേൾക്കുമ്പോൾ അച്ഛനുണ്ടാകുന്ന സന്തോഷം വലുതാണ്. എല്ലാവരും അതൊന്ന് ഓർക്കുമല്ലോ. പലപ്പോഴും നമ്മുടെ വിജയത്തിൽ അവർ വലിയ അഭിനന്ദന പ്രകടനമൊന്നും അവർ കാഴ്ചവെക്കാറില്ല. പലപ്പോഴും നമ്മുടെ സങ്കടങ്ങളിൽ അവർ നമ്മളോട് പറയും, സാരമില്ല കുഞ്ഞ്, ഇതൊക്കെ ശരിയാകും. കാരണം എൻ്റെ അച്ചാച്ചൻ എന്നോട് പറഞ്ഞതാണ്, എൻ്റെ ചില തോൽവിയുടെ സമയത്ത് അച്ചാച്ചൻ പറയും, സാരമില്ല കുഞ്ഞ്, ഇനി സമയമുണ്ടല്ലോ, ഇനി നമുക്ക് ശ്രമിക്കാം. അങ്ങനെയാണ് എല്ലാ അച്ഛന്മാരും. നമ്മളെ തോൽവിയിൽ നമ്മളെക്കാളും കൂടുതൽ സങ്കടപ്പെടുന്നത് അവരായിരിക്കാം. എങ്കിലും അവർ ധൈര്യത്തോട് നമ്മളോട് പറയും, സാരമില്ല, ഈ സമയവും കഴിഞ്ഞു പോകും. നമ്മുടെ സന്തോഷത്തിൽ അവർ മാറുന്ന സന്തോഷിക്കും. പലപ്പോഴും പല കല്യാണങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ല, അച്ഛന്മാർ അന്ന് അവരുടെ കണ്ണ് നിറയും. അതുവരെ അവർ വലിയ സ്നേഹമൊന്നും നമ്മളോട് കാണിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരിക്കലും അടങ്ങാത്ത സ്നേഹം, ഒരു കടൽ പോലുള്ള സ്നേഹം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചാണ് അവർ നമ്മളോട് പലപ്പോഴും ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം നമ്മുടെ പഴയ കാലത്തെ ആൾക്കാരൊക്കെ പറയും, ആണുങ്ങൾ കരയാൻ പാടില്ല, അച്ഛന്മാർ കരയാൻ പാടില്ല, അവർ വലിയ സ്നേഹപ്രകടനമൊന്നും നടത്താൻ പാടില്ല. അങ്ങനെയല്ല, അവർ പൗരുഷത്വം നഷ്ടപ്പെട്ടു പോകും. അല്ലെ, അവർ പുരുഷന്മാരല്ലാതായി പോരുമ്പോൾ സ്ത്രീകളല്ലേ കരയുന്നത്, സ്ത്രീകളല്ലേ പരാതി പറയുന്നത്. പലപ്പോഴും ആ ബിലീവ്സ് കൊണ്ടായിരിക്കാം അവരുടെ വികാരങ്ങളൊക്കെ അവർ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് എപ്പോഴും എന്നെ കൊണ്ടെല്ലാം കഴിയും എന്നുള്ളതായ ആ ഉത്തമ ബോധ്യത്തോടാണ് അവർ മുമ്പോട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ ആ ത്യാഗത്തിൻ്റെയും അവരുടെ ആ വിയർപ്പിൻ്റെയും ഫലമാണ് നമ്മളൊക്കെ ഈ നിലയിൽ ഇന്നായിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ അച്ഛന്മാരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളെ കണ്ടാണ് നിങ്ങളുടെ മക്കൾ വളരുന്നത്. നിങ്ങൾ ഈ ഫോൺ നോക്കിയിരിക്കുന്നതും നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ബിഹേവ് ചെയ്യുന്നതും നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളുമായിരിക്കാം 20 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ മക്കളും ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഓർമ്മയിൽ വെക്കുക. രണ്ടാമതായി അച്ഛന്മാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ നോക്കുക. നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നതോടൊപ്പം നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ടെന്ന്, എല്ലാ കാര്യങ്ങളും ശരിയാകും. ഒന്നുകൊണ്ടും തളർന്നു പോകേണ്ട കാര്യമില്ല, നിങ്ങളെ കൊണ്ട് ചെയ്യുവാൻ കഴിയും. മൂന്നാമതായിട്ട് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുക. നമ്മുടെ അച്ഛന്മാരൊക്കെയും നമ്മളോട് അതിയായ സ്നേഹം ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ പ്രകടിപ്പിക്കാൻ അവർ വിട്ടുപോയിട്ടുണ്ടാകാം. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കുക. അവരൊന്ന് ഹഗ് ചെയ്യുക, അവരോട് പറയുക, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഐ ആം പ്രൗഡ് ഓഫ് യു. കാരണം അത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ അച്ഛന്മാർക്കും വേണ്ടി, ലോകമെമ്പാടുമുള്ള ഞങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച, നിങ്ങളുടെ നല്ല സ്വപ്നങ്ങളും നിങ്ങളുടെ നല്ല ആഗ്രഹങ്ങളും ഒക്കെ മാറ്റിവെച്ച, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം സാക്രിഫൈസ് ചെയ്ത എല്ലാ അച്ഛന്മാർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ. നിങ്ങൾ എവിടെയായിരുന്നാലും ദീർഘായുസ്സോടും ആരോഗ്യത്തോടും ഒക്കെ ആയിരിക്കട്ടെ. നിങ്ങളുടെ മക്കളുടെ നല്ല ഭാവി കണ്ട് സന്തോഷിപ്പാന് നിങ്ങൾക്ക് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നിർത്തുന്നു. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു. ബൈ.